അർച്ചനയുടെ വിവാഹം ഉടൻ നടത്തണമെന്ന് ജയന്തി വിശ്വനാഥനോട് പറയുന്നു. സുധിക്കൊരു ജീവിതം ഉണ്ടാവും. വിശ്വനാഥൻ രാജപ്പനെ വീട്ടിലേക്ക് വിളിക്കുന്നു. സുധിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ശബരി അർച്ചനയുടെ വിവാഹം നടത്താൻ 25 പവനും 5 ലക്ഷം രൂപയും തരാമെന്ന് വിശ്വനാഥൻ രാജപ്പനോട് പറയുന്നു. അർച്ചനയുടെ വിവാഹക്കുറിയുമായിട്ടായിരിക്കണം. വിശ്വനാഥനിൽ നിന്ന് വാങ്ങിയ 10 ലക്ഷം രൂപയുമായി രാജപ്പൻ സുധിയുടെ മുന്നിൽ പെടുന്നു. രാത്രി മഴ തുടരുന്നു. വിശ്വനാഥൻ സാറിനെ ഓർത്ത കല്യാണം കഴിപ്പിച്ച് വിടാൻ ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം നിന്ന് പണമായത്. ആ നല്ല മനുഷ്യന്റെ മോന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ഒരു മടി. വഴിന്ന് മാറി സാറേ. എന്താ സാറേ? കേറടോ വണ്ടിയില്. തന്നെ ഞാൻ കൊണ്ടുവിട്ടോളാം. കേറ. അത് സാറങ്ങ് പറഞ്ഞാ പോലെ. ഞാനാണെങ്കിൽ ഒരു ഓട്ടോ നോക്കി വന്നതാ. എനിക്ക് ഈ വഴിക്കാ പോകേണ്ടത്. വണ്ടി കിടക്കുന്ന അവിടെയാ. നമ്മളിപ്പോ പോകുന്നത് തന്റെ താമസ സ്ഥലത്തേക്കാ. എന്നാ സാറ് തമിഴ്നാടിന് വിട്ടോ? എവിടെയായാലും അർച്ചനയുള്ള സ്ഥലത്തേക്ക് തന്നെയാ പോകുന്നത്. എന്റെ സാറേ, കല്യാണം ഉറപ്പിച്ചു വെച്ച പെണ്ണ. സാർ അവിടെ ഒന്ന് എന്ത് കാട്ടാനാ? ചെന്ന് വിളിച്ചാൽ അവള് കൂടെ പോരുന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവളെയും കൊണ്ടേ ഞാൻ വരൂ. നടന്നത് തന്നെ. അവള് പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ലെന്ന്. സാറേ, അയൽപക്കത്തുള്ള പയ്യനാണ് അവളെ കിട്ടുന്നത്. അവൻ ജോലി ചെയ്യുന്നു കോയമ്പത്തൂർ. ഞങ്ങൾ അങ്ങോട്ട് പോയത് അവന്റെ ഏർപ്പാടിലാണ്. ആ നാട്ടിൽ ചെന്ന് ഇറങ്ങിയ സാറിന്റെ പൊടി പോലും കിട്ടത്തില്ല. സാറ് വണ്ടി നിർത്തും. സാറ് എത്ര ദൂരം എന്ന് പറഞ്ഞാൽ ചവിട്ടി വിടുന്നത്? നമുക്ക് ആരെങ്കിലും സംസാരിച്ചിട്ട് പോവാം സാറേ. ഞാൻ പറയാ സാർ, എത്ര ദൂരം വണ്ടി വിടാൻ? വണ്ടി ഒന്ന് നിർത്ത് സാറേ. ഞാൻ പറയുന്നു സാറ് സമാധാനത്തോടെ കേൾക്ക്. അർച്ചനയുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞത് നേരാ. കല്യാണം ഉറപ്പിച്ച ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോയത്. നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ആദ്യം ചെയ്തത് അതാ. എൻ്റെ പരിചയത്തിലൊരു ലോറി ഡ്രൈവറാ പയ്യൻ, സെൽവൻ എന്നാ പേര്. അവൻ അന്ന് തന്നെ വന്ന് പെണ്ണിനെയും കണ്ടു. എതിർത്തൊരു അക്ഷരം അവൾ പറഞ്ഞില്ല സാറേ. താഴെയുള്ള 2 പിള്ളേരുടെ ഭാവി കൂടി അവൾ നോക്കിക്കാണും. പിന്നെ ഞങ്ങളെ ചതിച്ചിട്ടല്ലേ അവൾ സാറിൻ്റെ കൂടെ വന്നത്. അങ്ങനെ ഒരു പശ്ചാത്താപം അവൾക്കുണ്ട്. അത് വലിയൊരു ചതിയായിരുന്നല്ലോ. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞങ്ങൾക്കൊരു വാടക ഇവിടെ തരപ്പെടുത്തിയതും അങ്ങോട്ട് കൊണ്ടുപോയതും സെൽവന. നല്ല പയ്യനാ സാറേ. ഞങ്ങൾക്ക് ചേരുന്നത് ഇങ്ങനൊരു ബന്ധമാണ്. വലിയൊരു വീട്ടിലെ മരുമകളാകാനുള്ള മോഹമൊന്നും ഇപ്പോൾ അവൾക്കില്ല. അവൾ ഉറപ്പ് വന്നിട്ടാ ഞാൻ വിശ്വനാഥൻ സാറിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയതും തമിഴ്നാടിന് വണ്ടി കയറിയതും. സാറ് വന്ന് വിളിച്ചാലൊന്നും അവൾ കൂടെ വരില്ല. മുമ്പ് സാറ് കണ്ട അർച്ചനല്ലേ അവള്. സാറിന് അവളോടൊരു മോഹം തോന്നി. ഇനി അത് വിട്ടേക്ക് സാറേ. ഞാൻ അവളെ സ്നേഹിച്ചത് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെ. ആ തോന്നൽ അവൾക്കില്ലല്ലോ സാറേ. സാറിന്റെ മോഹം ഇപ്പോഴും തീർന്നിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലല്ല അവളുടെ കാര്യം. ആര് പിടിച്ചമർത്തി വച്ചാലും അവൾക്ക് വേണമെങ്കിൽ സാറിനെ വിളിക്കാം. ഇതുവരെ വിളിച്ചില്ലല്ലോ. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഈ ചതി ചെയ്തത്? നിങ്ങൾ അർച്ചനെ എനിക്ക് വിട്ടതാ. അതിനെന്ത് പ്രതിഫലം വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എൻ്റെ കയ്യിലുള്ളത് എന്തും നിങ്ങൾക്ക് ഞാൻ തരാം. പണം കൈപ്പറ്റിയിട്ട് നിങ്ങൾ അവളെ എനിക്ക് വിട്ടു തന്നാ മതി. 1 കോടി രൂപ തരാന്ന് പറഞ്ഞാലും ഞാൻ അവളെ വിട്ടു തരില്ല സാറേ. അതിനേക്കാളും വിലയുണ്ട് എൻ്റെ പെൺമക്കളുടെ മാനത്തിന്. പിന്നെ ഞാനൊരു ചെറുപ്പക്കാരുടെ വാക്കിനും വിലയുണ്ട്. സാറ് നിലയ്ക്കും വിലയ്ക്കും ചേരുന്ന വേറൊരു പെങ്കൊച്ചിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുക. ഇവിടെ നിന്ന് പോകുന്നെങ്കിൽ നമ്മൾ ഒന്നിച്ചായിരിക്കും. അല്ലാതെ നിങ്ങളെ ഞാൻ വിടില്ലടോ. അതെ, ഇത്രയും നേരം SP യുടെ മോണെന്ന ബഹുമാനം വെച്ച് ഞാൻ പെരുമാറി. ഇടഞ്ഞാൽ രാജപ്പൻ വെറും ചീത്തയാ. വളയം പിടിക്കുന്ന കയ്യായത്. ദൂരങ്ങൾ കുറെ ഓടിത്തീർത്തതിന്റെ തഴമ്പുണ്ട്. മുഖത്തൊന്ന് തന്ന ഒരാഴ്ച ബോധമില്ലാതെ കടന്നു പോകും. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചോണം. ആ നാട്ടിലെങ്ങാനും കാലുകുത്തിയ ജീവനോടെ തിരിച്ചു പോരില്ല.
വെട്ടി നുറുക്കി പനയോലയിൽ പൊതിഞ്ഞു കെട്ടി തിരിച്ചയക്കും ഞാൻ. രാജപ്പന്റെ അവസാന വാക്കായത്. മനസ്സിലായോടാ? ആരെയും കാണുന്നില്ലല്ലോ. ഒച്ച എനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ സുഗന്ധി. സിറ്റിന്നൊക്കെ വരുന്നതല്ലേ, വാതിൽ അടച്ചിരിക്കുന്ന ശീലമാ. ആരും ഇല്ല ഇവിടെ? ഉം. ഇന്നലെ വന്നു അല്ലേ? ഞങ്ങൾ അയൽക്കാരാ. എന്റെ പേര് രത്നമ്മ, ഇത് സുഗന്ധി. കേറി വന്നാട്ടെ. ഞങ്ങൾക്ക് ഇവിടെ ആരും പരിചയമില്ല. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നേ. വന്നാട്ടെ. വാ വാ. ഞാൻ മണിയാശാന്റെ ഭാര്യയാ. ഇന്നലെ തന്നെ ഇങ്ങോട്ട് വരണോന്ന് വെച്ചതാ. അന്നേരം മോന്റെ അച്ഛൻ തടഞ്ഞു. അവര് വന്ന് കേറിയതല്ലേ ഉള്ളൂ, നാളെ പോയാ മതിയെന്നും പറഞ്ഞു. തിരുവനന്തപുരത്തുനിന്ന് വരിക അല്ലേ? അതെ. പുറത്തുനിന്ന് ആരും ഇങ്ങോട്ട് വരാറില്ല. ഞങ്ങൾ അവിടെ ഒരു വാടക വീട്ടിലാ താമസിച്ചിരുന്നത്. കയ്യിലുള്ള കാശിന് കുറച്ച് ഭൂമിയും വീടും കിട്ടിയത് ഇവിടെയാ. ആ, സംസാരിച്ചൊന്ന് പേര് പറയാൻ മറന്നു. ശ്യാമള എന്നാ എന്റെ പേര് കേട്ടോ. ഇത് എന്റെ മൂത്ത മോള അർച്ചന. ഇത് ഏറ്റവും ഇളയ കുട്ടിയാ അമ്പിളി. ഇതാ രണ്ടാമത്തെ മോള് രേവതി. അമ്മ എന്തിനാ ഇവരോട് കള്ളം പറയുന്നേ? നമ്മളിവിടെ താമസിക്കുമ്പോ അയൽക്കാരോട് എന്തിനാ അമ്മ ഇങ്ങനെ കള്ളം പറയുന്നേ? ഞാൻ എന്ത് കള്ളം പറഞ്ഞെന്ന് നീ പറയുന്നത്? 3 പെൺമക്കളെന്നല്ലേ അമ്മ നിങ്ങളോട് പറഞ്ഞത്? അതെ. എന്നാ അങ്ങനെയല്ല. അച്ഛനും അമ്മയ്ക്കും 2 പെൺമക്കളെ ഉള്ളൂ. അത് ഞാനും ദേ ഇവളുവാ. അപ്പൊ പിന്നെ ഈ കൊച്ചോ? ഇവള് വല്യമ്മയുടെ മോളാ. കുറച്ചു നാളായിട്ട് ഞങ്ങളുടെ കൂടെയാ. ഞാൻ പറഞ്ഞത് തെറ്റാണോ ചേച്ചി? രാജപ്പന് 3 പെൺമക്കളാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? അത് ശരിയാ. അതെ, 3 പേരെ ഞാൻ എന്റെ മക്കളായിട്ടേ കണ്ടിട്ടുള്ളൂ. അതിൽ ഒരു വേർതിരിവും എനിക്കില്ല. മോളുടെ അച്ഛനും അമ്മ എവിടെയാ? ജീവിച്ചിരിപ്പില്ല. നോക്കി നിൽക്കാതെ അമ്മ ഇവർക്ക് ചായ എടുക്ക്. ഓ, ഞാനതങ്ങ് മറന്നു. നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ട. അത് പറ്റില്ല. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് ഒന്നും കഴിക്കാതെ വിടില്ല. അതെ. എന്നാ പിന്നീടാവട്ടെ. നിങ്ങളൊക്കെ എന്ത് ചെയ്യുവാ? ഞങ്ങളൊക്കെ കുടുംബശ്രീ പ്രവർത്തകരാ. തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ആഹാ, ഇവിടെ അതൊക്കെ ഉണ്ടോ? അയ്യോ, എനിക്കും കൂടി വന്നാ കൊള്ളാന്നൊക്കെ ഉണ്ട്. അച്ഛൻ ഇത് കേക്കണ്ട. 4-5 പേർക്ക് വച്ചു വിളമ്പാ നേരമില്ല. പിന്നെ ആ തൊഴിലുറപ്പിന് പോകുന്നത്. ഞങ്ങളുടെ വീട്ടിലും 4-5 ആൾക്കാരുണ്ട് മോളെ. അധ്വാനിച്ച് 10 പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. ആ, പിന്നെ മക്കളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞോ? അർച്ചന M.Com പാസ്സായി. കൊച്ചുമോള് +2 കഴിഞ്ഞ് നിൽക്കുവാ. ഇനിയിപ്പൊ ഈ വർഷം കോളേജിലേക്ക് വിടാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ഇവളെ പഠിപ്പിൽ മോശമാ. 10ാം ക്ലാസ്സിൽ തോറ്റതോടെ പഠിപ്പങ്ങ് നിർത്തി. ഞാൻ തയ്യൽ പഠിക്കാൻ പോയതുകൊണ്ടേ എനിക്കൊരു തൊഴിലറിയാം. കുറെ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒരു പണിയും അറിയാതെ വീട്ടിലിരിക്കാം. അതെന്തായാലും നന്നായി. ബ്ലൗസ് തയ്ക്കാൻ ആര്യങ്കാവ് വരെ പോവണ്ടല്ലോ. ചേച്ചി എനിക്ക് കുറെ തയ്യൽ പിടിച്ചതാ. ടൗണിലൊരു സ്റ്റിച്ചിങ് സെന്ററിൽ ജോലി ചെയ്തോണ്ടിരുന്നതാ ഞാൻ. ബ്ലൗസും ചുരിദാറും ഒക്കെ ഏത് ഡിസൈനിലും ഞാൻ തച്ചു കൊടുക്കും. ഞാൻ ഇവിടെ എല്ലാവരോടും പറയാം, ഒരു പണി അറിയാമെങ്കിൽ എവിടെയായാലും വെറുതെ ഇരിക്കേണ്ടി വരില്ല. ഇത്രയൊക്കെ പഠിച്ചിട്ടും മോളെന്താ ഒരു ജോലിക്ക് ശ്രമിക്കാഞ്ഞത്? അത് പിന്നെ നാട്ടിലെ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചു ടെസ്റ്റ് ഒന്നും എഴുതിയില്ലേ? എഴുതിയിട്ടുണ്ട്. ടെസ്റ്റ് എഴുതി, പിറ്റേന്ന് പണിയും കിട്ടി. ഇപ്പൊ ട്രാൻസ്ഫർ ആയി അല്ലേടി അർച്ചനെ? ചായ കുടി. സൗകര്യം കിട്ടുമ്പോ എല്ലാരും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. വരാം. അയൽക്കാരല്ലേ, ഏറ്റവും അടുത്ത ബന്ധുക്കള്. എന്നാ പിന്നെ വൈകിട്ട് കാണാം. ഇന്ന് പണി തുടങ്ങുന്ന ദിവസം. എന്റെ കാര്യം മറന്നുപോലേ ചേച്ചി? അത് ഞാൻ ഏറ്റതല്ലേ. മോളെ തേടി ആള് വരും. എന്നാ പിന്നെ കാണാം. നല്ല ആൾക്കാരാ അല്ലേ മോളെ? നല്ല ആൾക്കാരുടെ മുമ്പിൽ നാട്ടിച്ചപ്പോ മതിയായല്ലോ അമ്മയ്ക്ക്. കുറച്ച് അന്തസ് കാണിച്ചെങ്കിൽ ഈ നാട്ടിലൊരു വില കിട്ടിയേനെ.
അത് കളഞ്ഞു കുളിച്ചു. ഞാൻ എന്ത് അന്തസ്സുകേടാ കാണിച്ചേ? ഇവള് SSLCക്ക് തോറ്റുപോയെന്ന് പറഞ്ഞതാവും അമ്മേ. അച്ചുവേച്ചി MCOM ആണെന്ന് പറഞ്ഞത് ഇവൾക്ക് രുചിച്ചിട്ടില്ല. ഓ, അതെനിക്ക് അറിയാൻ മേലായിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നീ MBBS കാരിയാണെന്ന് ഞാൻ പറഞ്ഞേനെ. നാറുന്നതും മണക്കുന്നതും അമ്മയ്ക്ക് അറിയില്ല. ഓ, തൊഴിലുറപ്പ് പണിക്ക് പോണോന്ന്. തല മറന്ന് എണ്ണ തേക്കല്ലേ പെണ്ണേ. തല മറന്ന് എണ്ണ തേച്ചത് അമ്മയാ. പെൺമക്കള് 3 അമ്മ എന്തിനാ പ്രസംഗിക്കാൻ പോയത്? പിന്നെ ഞാൻ ഇവളെ തള്ളിക്കളയണോടി? നിനക്കത് കൊള്ളേണ്ട കാര്യം എന്താ? എനിക്കത് കൊള്ളും. അതുകൊണ്ട് തന്നെയാ രാജപ്പന് പെൺമക്കള് 3 അല്ലാന്ന് ഞാൻ തിരുത്തിയത്. നാളെ വഴിതെറ്റി ഒരു ആലോചന ഈ വീട്ടിലേക്ക് വന്ന ഈ വീട്ടിലെ മൂത്ത മകൾ ഞാനായിരിക്കണം. ഇവൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ചു കളയാൻ എനിക്ക് പറ്റില്ല. മനസ്സിലായല്ലോ അമ്മയ്ക്ക്? ഈ വീട്ടിൽ ആദ്യം നടക്കേണ്ട വിവാഹം ഈ രേവതിയുടേതായിരിക്കണം. രത്നമ്മ ചേച്ചി ആ മൂത്ത പെണ്ണിനെ ശ്രദ്ധിച്ചായിരുന്നോ? അതൊരു പാവം പിടിച്ച പെണ്ണ്. രണ്ടാമത്തേത് കേമിയ. ആ, അവള് മിടുക്കി പെണ്ണ. വെറുതെ ഒന്നും അല്ല അവരീ മലയിലോട്ട് വന്നത്. അതിന് തക്കതായ കാരണമുണ്ട്. നീ എന്താടി സുഗന്ധി അങ്ങനെ പറഞ്ഞത്? ആ രേവതി പെണ്ണെ ഇടയ്ക്കൊരു പ്രയോഗം നടത്തിയത് രത്നമ്മ ചേച്ചി കേട്ടതല്ലേ? ടെസ്റ്റും എഴുതി പണിയും കിട്ടിയെന്ന്. ആ, അത് ശരിയാണല്ലോ. എന്താ അതിന്റെ അർത്ഥം? ആ മൂത്ത പെണ്ണ് അർച്ചന എന്തോ കുഴപ്പത്തിൽ ചെന്ന് ചാടിയെന്നല്ലേ? ആ പെണ്ണിന്റെ മുഖം കണ്ടാലറിയാം എന്തോ പേരുദോഷം വരുത്തി വെച്ചിട്ടാ നിൽപ്പെന്ന്. കണ്ടിട്ടൊരു സാധു. മിണ്ടാപ്പൂച്ച പോലെ ഇരിക്കുന്നതാ കല ഉടയ്ക്കുന്നത്. രത്നമ്മ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടൗണിൽ ജീവിച്ച ആരെങ്കിലും ഇങ്ങോട്ട് വരുവോ? അതില്ല. നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാ ഇങ്ങോട്ട് മല കയറിയത്. ഇളയ കൊച്ച് +2 പാസ്സായി നിൽക്കുക. അതിന്റെ പഠിപ്പ് ഇപ്പം മുടങ്ങി. MCOMകാരിക്ക് നാട്ടിൽ നിന്ന ഒരു പണി കിട്ടില്ലേ? നീ പറയുന്നതൊക്കെ ശരിയാ സുഗന്ധി. എന്തോ തക്കതായ കാരണമുണ്ട്. കാരണം എന്താ? ആ മൂത്ത പെണ്ണ് തന്നെ. ആർക്കറിയാം അവരിവിടെ രഹസ്യമായി വന്ന് താമസിക്കാണോന്ന്? അങ്ങനെയെങ്കിൽ സംഗതികളൊക്കെ പുറത്തു വരില്ലേടി? വരാതെ എവിടെ പോവാനാ? ആ രേവതിയുടെ നാവിന്ന് തന്നെ അത് പുറത്തു വരും. അതിനു വേണ്ടതൊക്കെ എനിക്കറിയാം. ആ രാജപ്പനൊരു പ്രശ്നക്കാരനാ. നീ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോകരുത്. അയാളോട് അടികൂടാനുള്ള ആരോഗ്യമൊന്നും നിന്റെ കെട്ടിയോനില്ല. ആ, രാവിലെ അയാൾ നെഞ്ചു വിരിച്ചു പോകുന്നത് കണ്ടു. ഹോ, മുഖം കണ്ടാൽ തന്നെ പേടിയാവും. ദേ, അവരൊക്കെ പണിക്ക് പോകാൻ വരുന്നുണ്ട്. നീ വാ. എന്താ ചേച്ചി നോക്കുന്നേ? ബാങ്ക് ടെസ്റ്റിന്റെ ഹോൾ ടിക്കറ്റാ. റാങ്ക് ലിസ്റ്റ് വരാൻ കുറെ സമയം എടുക്കുമോ? IBPSന്റെ എക്സാം അല്ലേ, കുറച്ച് സമയം എടുത്തെന്ന് വരും. ഒരുപാട് വേക്കൻസി ഉണ്ടോ ചേച്ചി? പൊതുമേഖലാ ബാങ്കുകളിലേക്കുള്ള എക്സാം അല്ലേ, 19,000-ന് പുറത്തുള്ള ഒഴിവുകളുണ്ട്. റാങ്ക് ലിസ്റ്റില് ആദ്യം തന്നെ അച്ചുവേച്ചി ഉണ്ടാവും, അത് ഉറപ്പാ. പിന്നെ നല്ല ശമ്പളം ഉണ്ടാവില്ലേ? തുടക്കത്തിൽ 30,000 രൂപയാ സാലറി. ക്ലർക്ക് പോസ്റ്റാ. ദൈവമേ, റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് വരണേ. തള്ളി പറഞ്ഞവരും കുറ്റപ്പെടുത്തിയവരൊക്കെ ചേച്ചി അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല മോളെ. ആർക്കും ഒരു ഭാരം ആവാതെ സ്വന്തം കാലിൽ നിൽക്കണം. ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ അതേ വഴിയുള്ളൂ. അതുവരെ സുധിസാർ കാത്തിരിക്കൂ. സുധിസാർ ഒരിക്കലും ഈ നാട്ടിൽ എത്തില്ലെന്ന് ഉറപ്പാ. അങ്ങനൊരു സ്ഥലത്തേക്കല്ലേ SP സാറ് നമ്മളെ അയച്ചത്. അങ്ങനൊരു മനുഷ്യൻ മകന്റെ കാര്യത്തിൽ വെറുതെ ഇരിക്കുമെന്ന് ചേച്ചി കരുതുന്നുണ്ടോ? തിരക്ക് പിടിച്ച് വിവാഹാലോചന നടക്കുന്നുണ്ടാവും. സുധിക്കൊരു ജീവിതം വേണ്ടെന്നാണോ നീ പറയുന്നത്? അച്ചുവേച്ചിക്ക് അത് നിസ്സാരമായിട്ട് എങ്ങനെ പറയാൻ കഴിയുന്നു? സുധിസാർ വീട്ടിൽ വന്നപ്പോ ചേച്ചി കൊടുത്ത വാക്ക് മറന്നോ? ആ സമയം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം നിനക്കറിയില്ലേ? സുധിക്ക് മുൻപും പിൻപും ഒന്നും നോക്കാനില്ല. എന്നാ അതുപോലൊരവസ്ഥയിലായിരുന്നോ ഞാൻ? പോരുന്നതിന് മുമ്പ് ഒരു വാക്കെങ്കിലും പറയായിരുന്നു. എനിക്കൊരു ജീവിതത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം വരേണ്ടിയിരുന്നു. ഞാനായിട്ട് നിങ്ങൾക്ക് ഒരബദ്ധം ഉണ്ടാവരുത്, അതേ എന്റെ മനസ്സിലുള്ളൂ. അതിവിടെ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ.
അച്ചുവേച്ചിയുടെ ജീവിതത്തിന് കിട്ടിയ പ്രതിഫലമാണ് ഈ വീടെന്ന ചിന്ത പോലും ഇവിടെ ആർക്കുമില്ല. വീട്ടുകാർ എത്ര നിർബന്ധിച്ചാലും സുധിസാര വിവാഹത്തിന് സമ്മതം മൂളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുധിയെക്കുറിച്ച് ഇനിയൊരു സംസാരം വേണ്ട. അതിന്റെ പേരിൽ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുത്. രേവതിക്കും നിനക്കും ഒരു ഭാവി ഉണ്ടാവുന്നത് വരെ ചിറ്റപ്പനും കുഞ്ഞമ്മയ്ക്കും കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. ഇനി ഞാനൊന്നും പറയുന്നില്ല. ആ, നീ ഇങ്ങനെ വെറുതെ നിന്ന് ഒരു വർഷം പാഴായി പോകുന്നതിന്റെ സങ്കടം എനിക്കിപ്പോ. നീ കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്ന് പഠിക്കാൻ നോക്ക്. ഞാൻ കുഞ്ഞമ്മയോടൊന്ന് പറയാം. അതിന് ആര്യങ്കാവിലോ കുളത്തൂപ്പുഴയിലോ പോണ്ടേ? കേൾക്കാത്ത താമസം അച്ഛൻ വിട്ടത് തന്നെ. ഒന്നും കേൾക്കുന്നില്ല. അതാ ഗൾഫുകാരൻ ബുക്കാരൻ സജിയില്ലേ? അതെ അതെ അതെ, അവന്റെ അച്ഛൻ മരുഭൂമി കിടന്ന് കാശുണ്ടാക്കുന്നു, മോൻ നാട്ടിൽ വിലസ് നടക്കുന്നു. ഗൂഗിൾ നിന്റെ അച്ഛൻ പുക്കറെ. ചൂടാവാതെ ചേട്ടാ, ഒരാവശ്യം വന്നാ ഗൂഗിളിനെ അല്ലാതെ ഞങ്ങൾ മറ്റാരെ ആശ്രയിക്കാനാ? റോസ്മലയിലെ ഗൂഗിൾ അല്ലേ മത്തായി ചേട്ടൻ? തന്തയ്ക്ക് വിളി കേട്ടിട്ട് നിനക്ക് മതിയായില്ലോടാ. ഗൾഫുകാരൻ പുഷ്കരന്റെ മോനെന്നല്ലേ ഗൂഗിൾ പറഞ്ഞുള്ളൂ. അതിലെന്തെത്ര തെറ്റ്? ഈ നാട്ടിലെ ആദ്യത്തെ ഗൾഫുകാരൻ എന്റെ അച്ഛനാ. ആ, അതിരിക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അമ്പാടി വീട്ടിൽ പുതിയ താമസക്കാർ വന്നെന്ന് കേട്ടല്ലോ. ചക്കപ്പഴത്തിന്റെ മണമടിച്ചപ്പോ ഈച്ചകള് പറന്നത് തുടങ്ങിയല്ലോ മത്തായി. 3 സുന്ദരി പെമ്പിള്ളാരുണ്ടെന്ന് കേട്ടല്ലോ, ആണോ? എന്താ സംശയം? ഈ നാട്ടിലെന്നല്ല, ആര്യങ്കാവിലും കൊളത്തുപുഴയിലും തെന്മലയിലും ഇതുപോലെ സുന്ദരി പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഗൂഗിളേട്ടൻ പറഞ്ഞാലേ അത് കറക്റ്റാ. എന്തു പ്രായം വരും മൂന്നിനും? മൂന്നിനും ചേർത്താണോ? തമാശ വിട്, പറഞ്ഞ പ്രയോജനമുണ്ട്. മൂത്തതിന് നിന്റെ പ്രായം വരും, പിന്നെ 2 വയസ്സിന് എളുപ്പത്തിൽ 2 എണ്ണം. ചുരുക്കി പറഞ്ഞാൽ 3നും കെട്ടുപ്രായം. മത്തായി, പിള്ളേരെ വെറുതെ പറഞ്ഞ് ഇളക്കല്ലേ. 3 പെമ്പിള്ളേരുണ്ട്, കാണാൻ സുന്ദരി പെമ്പിള്ളേരാ. പക്ഷേ നിങ്ങൾ ആ വഴിക്കൊന്നും പോവണ്ട. അതെന്താ? ഞങ്ങൾ ആമ്പിള്ളേരല്ലേ ആശാനെ? അവരെ ഒന്ന് ഗൗനിക്കാൻ ഈ നാട്ടിൽ ഞങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? അല്ലേടാ? പിന്നെ അല്ലാതെ. ഈ ചക്കയിൽ അരക്കുണ്ട് മക്കളെ, പറഞ്ഞെന്ന് പറ്റിയാലേ ഇളകത്തില്ല. ചക്കയിൽ അരക്കുണ്ടെന്നും പൂവിലും മുള്ളുണ്ടെന്നും ഞങ്ങൾക്ക് അറിയാം ആശാനെ. അവരുടെ അച്ഛൻ ആരെന്നറിയോ നിനക്ക്? ലോറിക്കാരൻ രാജപ്പൻ. രാജപ്പന്റെ മുന്നിൽ ചെന്ന് നിന്നാലേ നിന്റെയൊക്കെ മുട്ടിടിക്കും. ചിലപ്പോ നിന്ന നിപ്പി മുള്ളി എന്നും വരും. വരട്ടല്ല ആശാനെ, അവനൊരു വരുത്തനാ. ഞങ്ങൾ ഈ നാട്ടിലെ ജനിച്ചു വളർന്നവരാ. അവൻ ഒരു നാടും മുത്തരിയല്ല, വാക്കും പോക്കും കെട്ടവനാ രാജപ്പൻ. 3 പെമ്മക്കളെയും കൊണ്ട് അവൻ ഈ നാട്ടിലോട്ട് വരണമെങ്കിലേ അവൻ ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലായല്ലോ. അത് മനസ്സിലായി, ചില്ലറക്കാരനല്ലെന്ന്. നല്ല മുതലിന്റെ ഉടമയാ. രാജപ്പനെ കാണുമ്പോഴേ നിങ്ങളുടെ ഈ തുള്ളലങ്ങ് നിന്നോളൂ. താൻ പാടോ, നമുക്ക് നടക്കാം. ഗൂഗിളെ, വൈകിട്ടൊന്ന് കാണണം. ഗണപതി കുന്നിലോട്ട് വാ. വൈകിട്ടത്തെ കാര്യല്ലേ, ഞാൻ ഏറ്റു. അപ്പൊ കേട്ടത് സത്യം തന്നെ. റോസ്മലയിൽ നീലക്കുറിഞ്ഞി പൂത്തു. അതെ, മണിയാശാനും ഗൂഗിളും കള്ളത്തരം പറയില്ല. പക്ഷേ അവരുടെ അച്ഛൻ പ്രശ്നക്കാരനെന്നല്ലേ പറയുന്നത്? അതിലൊന്നിനെ എങ്ങനെ വളച്ചെടുക്കാമെന്ന് ചിന്തിക്കുമ്പോഴാണ് അവൻ്റെ ഒരു സംശയം. കേരള കോമ്പസേ വണ്ടിയിൽ. എന്നാ വാ. അളിയാ, ദേ ഒരെണ്ണം. എന്താ ബ്യൂട്ടി. കൊള്ളാലോടെ കോമ്പസേ, നമ്മളെ കണ്ടിട്ടൊരു കൂസലുമില്ല. നോട്ടം കണ്ടില്ലേ? നോട്ടം കൊണ്ട് കടു ഉറക്കുന്നളിയാ. ഇവളെ ഞാൻ വളയ്ക്കൂടാ.
മറ്റൊരു കിളി. ഓ എൻ്റെ അമ്മോ, ഗൂഗിള് പറഞ്ഞത് സത്യം തന്നെ. എന്താടി ദേ രണ്ട് വായി നോക്കിയോളൂ. ഇത് കാണാനാണോ നീ വന്നേ? കേറിപ്പൊടിയാ. മറ്റേ പെണ്ണ് വന്നതാ കുഴപ്പമായി. അവള് പോന്നളിയാ. ദേ നോക്കുന്നളിയാ. ഹായ്. അളിയാ ദേ വീണ്ടും നോക്കുന്നു. അവള് വളയും, ഉറപ്പാ. അയ്യോ ദേണ്ടടാ തള്ളഭൂതം. ആരാ? എന്താ? അളിയാ തിരികെ തിരികെ വിട്ടു വിട്ടു, വേഗം വിട്ടു, വേഗം വിട്ടു, വേഗം വിടളിയാ. പെൺപിള്ളേരുള്ള എവിടെയും കാണും ഇതുപോലെ കുറെ എണ്ണങ്ങൾ. എന്നെ വിളിപ്പിച്ചിട്ട് പെട്ടെന്ന് പെണ്ണിനെ കെട്ടിച്ച് വിടണമെന്ന് പറഞ്ഞാ ഞാനെന്ത് ചെയ്യോടി? രായപ്പൻ ചേട്ടോ, ഒരു കുപ്പി കൂടി എടുക്കട്ടെ? ഇതൊന്ന് കുടിച്ച് തീരട്ടെ ആംബ്രോസേ. ഒരാഴ്ചക്കുള്ളിൽ എവിടെ പോയി ഒരു പയ്യനെ കണ്ടുപിടിക്കാനാ? രായപ്പൻ ചേട്ടനൊന്ന് സമാധാനപ്പെട്. സമാധാനപ്പെട്ടിരുന്നിട്ട് കാര്യമുണ്ടോടി? വീട് വാങ്ങിയതിന്റെ കടന്നിരുന്നിട്ടില്ല, അതിനിടയ്ക്ക് ഒരു കല്യാണം. അയാളുടെ മോനെ കുടുക്കിൽ നിന്ന് ഊരാനല്ലേ പെണ്ണിനെ ഇപ്പൊ കെട്ടിക്കാൻ പറയുന്നത്? അതിനുള്ള സഹായം അയാൾ ചെയ്യട്ടെ. ചേട്ടൻ അങ്ങോട്ട് ചോദിക്കാൻ മേലായിരുന്നോ? നീ ഒന്നും മിണ്ടായിരുന്നേ. അയാളുടെ വായിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാവൂ. ചേട്ടൻ അവളെ കൈയൊഴിഞ്ഞാ പോരെ? ഞാൻ തന്നേ പറഞ്ഞതല്ലേ. അവളെ ചേട്ടനൊന്ന് പുറത്തെത്തിച്ച് തന്നാ മതി. കാശ് തന്ന് കൊണ്ടുപോകാൻ ആളുണ്ട്. Yeah.